ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ന്യൂ സെക്ഷൻ ഓഫ് ആൽമോസ്റ്റ് PSC ചാനൽ. എന്തൊരു ചൂടാലേ, എല്ലാവരും ഭയങ്കര കൊടും ചൂടിലിരിക്കുന്ന സമയമാണ്. ഇപ്പോൾ ഒരു ചൂടുള്ള വാർത്തയായിട്ടാണ് എൻ്റെ വരവ്. 10th പ്രിലിംസിൻ്റെ കൺഫർമേഷൻ ഡേറ്റ് ഒക്കെ വന്നല്ലേ. ഇപ്പോൾ എല്ലാവർക്കും ചൂട് പിടിച്ചിട്ടുള്ള പഠന കാലഘട്ടമാണ്. അപ്പം ബേവ്കോ LDC, അതുപോലെ തന്നെ കമ്പനി ബോർഡ് LGS, ഫയർ ആൻഡ് റെസ്ക്യൂ എല്ലാം വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ കൺഫർമേഷൻ ഡേറ്റ് വന്നെന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ചൊരു കാര്യമുണ്ടോ? പഠിക്കണം അല്ലേ. അപ്പം പഠിക്കേണ്ടതുകൊണ്ട് ഇന്ന് ഇതുപോലെ ചൂട് കൂടിയൊരു സമയമായതുകൊണ്ട് നമുക്ക് ജലത്തെ പറ്റിയും നാരുകളെ പറ്റിയൊക്കെ ഒന്ന് നോക്കാം. എന്താണ്, നമ്മുടെ ശരീരത്തിൻ്റെ 2/3 ഭാഗവും ജലമാണ്. അപ്പോൾ അത് ഓരോന്നും കൃത്യമായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ശതമാനങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത്. അതായത് നമ്മുടെ തലച്ചോറിൻ്റെ 85% ജലമാണ്. അതുപോലെ രക്തത്തിൻ്റെ 90%, അതുപോലെ എല്ലുകളുടെ 25%, അതുപോലെ നമ്മുടെ യൂറിൻ, സ്വെറ്റ്, വേർപ്പ്, അതിലൂടെയൊക്കെ പ്രതിദിനം 2.5 ലിറ്ററോളം വെള്ളം പുറന്തള്ളപ്പെടുന്നുണ്ട്. അപ്പം നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ ഈ ചൂട് കാലത്ത് നമ്മൾ എന്തോരം വെള്ളം കുടിച്ചാലാണ് ഇതുമായിട്ട് ബാലൻസ് ചെയ്ത് പോവുക എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇനി പറയാൻ പോകുന്നത് നാരുകളെ പറ്റിയാണ്. ഈ നാരുകളെന്ന് പറയുന്നത് നമുക്ക് സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതാണ്. ഈ നാരുകൾ പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ ശരീരത്തിനൊന്നും ചെയ്യുന്നില്ലെങ്കിലും നമ്മുടെ വൻകുടലിലൂടെയുള്ള സുഗമമായ വിസർജ്യ വസ്തുക്കളുടെ പുറന്തള്ളപ്പെടലിന് നാരുകൾ സഹായിക്കുന്നുണ്ട്. ഇലക്കറികൾ, വാഴക്കൂമ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുന്നതിലൂടെ നാരുകൾ നമുക്ക് കിട്ടും. പിന്നെ ഈ നാരുകൾ പ്രധാനമായിട്ട് നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസ് എന്ന് പറയുന്ന ഒരു ഘടകം കൊണ്ടാണ്. അപ്പം നമ്മൾ ഓർക്കും, ഇതൊക്കെ എന്ത് സിമ്പിളാണ്, ഇതൊക്കെ ഓർത്തിരിക്കുക എന്നുള്ളതല്ലേ ഉള്ളൂ എന്ന് പറയും. പക്ഷേ പരീക്ഷയുടെ സമയമാകുമ്പോൾ നമ്മളിതൊന്നും ചിലപ്പോൾ സിമ്പിളായിട്ടുള്ളതായിരിക്കും നമ്മൾ ആദ്യം മിസ്സാക്കി കളയുന്നത്. സോ എല്ലാവരും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. ജലത്തിൻ്റെ കാര്യം ഓർത്ത് വെക്കുക. ശതമാനം, തലച്ചോറിൻ്റെ എത്ര ശതമാനം? 85, രക്തത്തിൻ്റെ 90, എല്ലുകളുടെ 25. പിന്നെ യൂറിന്, സ്വെറ്റ്, അതിലൂടെ പുറന്തള്ളപ്പെടുന്നത് എത്ര ലിറ്റർ ആണെന്നുള്ളത് 2.5 ലിറ്റർ. നാരുകൾ പ്രധാനമായിട്ട് നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസാണ്. വൻകുടലിലൂടെയുള്ള വിസർജ്യ വസ്തുക്കളുടെ സുഗമമായ സഞ്ചാരത്തിന് നാരുകൾ സഹായിക്കുന്നു. നാരുകൾ പ്രധാനമായും നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസ് കൊണ്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ ഇന്ന് പറയുന്നുള്ളൂ. അപ്പോൾ നമുക്ക് കൺഫർമേഷൻ ഡേറ്റ് ഒക്കെ അടുത്തിരിക്കുകയാണ്. നമ്മളെല്ലാവരും PSC ഉദ്യോഗാർത്ഥികളാണ്. അതുകൊണ്ട് പ്രാവശ്യയിൽ നമ്മളേക്ക് ലിസ്റ്റ് കയറണം എന്നുള്ള ഉറച്ച വിശ്വാസത്തിലും പ്രാർത്ഥനയിലും നമുക്ക് മുന്നോട്ട് പോകാം.